ഇടതുപക്ഷക്കാരിയായ NFIWന്റെ ജനറൽ സെക്രട്ടറിയായ ഞാൻ ഒരു വനിതാ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 70 വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഞങ്ങൾ ഇടതുപക്ഷ മഹിളാ പ്രസ്ഥാനങ്ങളെല്ലാം എത്രയോ പോരാട്ടങ്ങൾ, എന്തിനേറെ കൽക്കട്ടയിലെ പെൺകുട്ടിക്ക് അത്ര അതിദാരുണമായ അന്ത്യമുണ്ടായപ്പോൾ RG-കർ സ്ഥാപനത്തിലെ ആഗസ്റ്റ് 14 ഡൽഹിയിൽ എയിംസിന് മുന്നിൽ ഐഡുഐയുടെ നേതൃത്വത്തിൽ അവർ ആഹ്വാനം ചെയ്ത ഒരു പാതിരാത്രി പരിപാടിക്ക് അസുഖമായിരുന്നിട്ട് പോലും ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അത് ഞങ്ങളുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, മഹിളാ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നിലപാടതാണ്. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് അവർക്ക് നീതി ഉറപ്പാക്കുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അത് കഴിയുന്ന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. രാജ്യത്ത് വേറെ ഒരിടത്തും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതൊരു വാട്ടർഷെഡ് മൊമെന്റ് ആണ്. അത് കേരളം മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ടാകെയല്ല, ലോകം തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ അങ്ങേയറ്റം ആദരവോടെ ഇതിന്റെ തുടർ നടപടികൾ എന്ന് വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന, വീക്ഷിക്കുന്ന ഒരു സമയമാണിത്. ആ ഗൗരവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന നേതാവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ വാക്കുകൾ വേദനിപ്പിച്ചു. അല്ല, ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ലല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. നിങ്ങൾ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി എന്നതിൽ ഒരു CPI-കാരിയായ എന്നോട് എന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഇതാണ് എന്റെ അഭിപ്രായം. മാമിപ്പ പറഞ്ഞതുപോലെ തന്നെ മാമിപ്പ പറഞ്ഞത് മറ്റുള്ളവർ എന്ത് ചെയ്തു അത് നോക്കിയല്ല നമ്മൾ നടപടി എടുക്കേണ്ടതെന്നുള്ളതാണ്. അത് തന്നെയാണ് ആ നിലപാടിൽ ഒരു വനിതാക്കാരായിട്ടും പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിനുവേണ്ടി ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ 10 തവണ പറഞ്ഞാൽ അങ്ങ് നടപ്പിലായിക്കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഇന്ന് ജെൻഡർ ഇക്വാളിറ്റിയും ജസ്റ്റിസും ഒക്കെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കും. അതങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീകൾ, ഈവൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തുള്ള സ്ത്രീകൾ പോലും പോരാടേണ്ടതായി വരുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു സ്ഥിതിയിലേക്ക്, അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ ഒരു പാർട്ടികളും വളർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ പോരാട്ടം, ഞങ്ങളുടെ പോരാട്ടം തുടരും. ഇടതുപക്ഷത്തെ പല പാർട്ടികൾക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ ആ അഭിപ്രായങ്ങൾ കൃത്യമായ ദിശയിൽ കൊണ്ടുവരേണ്ടത് CPM-ന്റെ കടമയാണ്. അതായത് CPI പറഞ്ഞ അഭിപ്രായം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ CPM-ന്റെ കടമ എന്താണ്, അതൊക്കെ ഉള്ളത് CPM-നോട് ചോദിക്കുക. അത് അവരാണ് പറയേണ്ടത്. അവരെന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. അത് ആരും പറഞ്ഞ അവരുടെ കടമ അവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അവരുടെ കടമ അവർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഭാഗം ഞാൻ ക്ലിയറായി. ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഒരു CPI-കാരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് വനിതാ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഗോവിന്ദമാഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇടതുമുന്നണി ഞാൻ പോകുന്നില്ല, അവരെയൊക്കെ ശരിയായ ദിശാബോധത്തെ നയിക്കേണ്ടത് പാർട്ടി ശരിയായി കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇടതുപക്ഷത്തിൽ പലർക്കും പല നിലപാടുകളുണ്ടാവും, പക്ഷെ ശരിയായ ദിശാബോധം CPM-ന്റേത് മാത്രമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാനത് കേട്ടില്ല, നിങ്ങളല്ലേ അത് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അതാ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം വീക്ഷിച്ചിരിക്കും. പക്ഷെ ഞാൻ ആ പത്രസമ്മേളനം നേരിട്ട് കണ്ടില്ല. അതുകൊണ്ട് കാണാത്ത കാര്യമോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ മേലെ ഒരു ചർച്ചയ്ക്കും ഞാനില്ല. സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് കോമ്രേഡ് പറഞ്ഞു. പക്ഷെ അപ്പോഴും CPM സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ആരോപണത്തിന്റെ പേരിൽ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്താം. പക്ഷേ MLA എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും. അപ്പോൾ അത് ഉചിതമായ ഒരു കാര്യമല്ല എന്ന് തീർത്തും പറയണം. അതായത് ഈ ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ CPM-ന്റെ നിലപാടെന്ന് പറയുന്നത് ഗോവിന്ദമാഷ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് കാണാതെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയാതെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുക. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആളല്ല ഞാൻ. ഇന്നിപ്പോ മോഹൻലാല് കുറെ നാൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് കേട്ടപ്പോ എന്താണ്, കേട്ടിരുന്നോ അദ്ദേഹം? ഇല്ല, അങ്ങനെ പോയെങ്കിൽ അദ്ദേഹം അത് തന്നെയല്ലേ ആ സംഘടനയെ പിരിച്ചുവിട്ടുകൊണ്ട് മറ്റൊന്നും മറുത്തൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണല്ലോ സംഘടനയെ പിരിച്ചുവിട്ടു പോയത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അദ്ദേഹം എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതിനകത്തുള്ള ചില ആരെങ്കിലും കുറച്ചൊരു
ഒരു നല്ലൊരു സ്റ്റാൻഡ് എടുത്ത ആളുകളെ ഒരു പരോക്ഷമായ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഇന്ന് ഇത് CPIയുടെ ഓഫീസ്, സെൻട്രൽ കമ്മിറ്റി ഓഫീസ്, ഇന്ന് ഇവിടെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു, മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വാർത്താ സമ്മേളനങ്ങളൊന്നും അങ്ങനെ വിശദമായി കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ആരോപണ വിധേയനായ മുകേഷിന് നൽകുന്ന പിന്തുണകൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിന് പിന്തുണ ആര് കൊടുക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നിലപാട് ദേശീയ മഹിളാ ഫെഡറേഷൻ, നിങ്ങൾ പറഞ്ഞല്ലോ അല്ല, നിങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞ് മറുപടി പറയാൻ ഞാൻ എന്തിനു മറുപടി പറയണം? അങ്ങനെ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ പറയുന്നത് സഖാവ് ബൃന്ദ കാരാട്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ് ഈ രാജ്യത്ത് ഇന്നവർ. അവർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ എടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി ആ പൊസിഷൻ. നേതാവ് ആനി രാജ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.